വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റും കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. ബോട്ടംസ് ആണ് നമ്മുടെ കളക്ഷൻ. സ്ലബ് സിൽക്ക് അല്ല. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സ്ലബ് സിൽക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കസ്റ്റമേഴ്സിന് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നോർമൽ കോട്ടൺ ബോട്ടംസ് അല്ല കേട്ടോ, കോട്ടൺ ആണ്, 80% കോട്ടൺ. അതിനകത്തേക്ക് തന്നെ ഈ ഒരു ഇതിന് ഒരു പോളിഷിംഗ് ഒക്കെ ചെയ്ത്, അതായത് ഈ ഫാബ്രിക്കിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താർ ലാഫർ കോട്ടൺ എന്നാണ്. അതായത് ഇതൊരു നല്ല ഒരു എന്താ പറയുക പ്രീമിയം ആക്കി ഇതിനെ മാറ്റിയിട്ടുണ്ട്. എനിക്കിത് വീഡിയോയ്ക്കകത്ത് ഇത് കാണിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഫിനിഷിങ്, ഒരു ഫാബ്രിക്കിൻ്റെ പോളിഷിംഗ് ചെയ്ത് വന്നേക്കുന്ന ആ ഒരു ഫീൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വലിയ നീണ്ടൊരു ലിസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ കളർ ചാർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കോമൺ കളേഴ്സിലേക്ക് മാത്രം നമ്മളിപ്പോൾ ചെയ്യിപ്പിച്ച് നോക്കിയതാട്ടോ. ഞാനിപ്പോൾ ഈ ടോപ്പിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിപ്പം ഇത്രയും കളേഴ്സിലേക്ക് വൈറ്റ് ഉണ്ട്, നേവി ബ്ലൂ ഉണ്ട്, നമ്മുടെ ഒരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡിലേക്കുണ്ട്, നമ്മുടെ ഒരു ലൈറ്റ് ഒരു ചിക്കു കളറിലേക്കുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് നമുക്ക് വൈറ്റ് ഷെയ്ഡ് തന്നെ നോക്കാം കേട്ടോ. അപ്പം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൺ ബ്രാൻഡിൽ വന്നിരിക്കുന്നതാണ്. സൂപ്പർ ഫിറ്റിംഗ് ആണ്. ഞാനിപ്പോൾ ലാർജ് സൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. എല്ലാ മെഷർമെൻറ്റ്സും നമ്മളിത് റിപ്പീറ്റ് നമ്മൾ ട്രയൽ ചെയ്ത് നമ്മളിതിൻ്റെ സൈസൊക്കെ അത്ര അടിപൊളിയാക്കിയാണ് നമ്മളിത് ചെയ്യിപ്പിച്ചെടുത്തേക്കുന്നത്. ഫ്രണ്ടിലേക്ക് പടിയും ബാക്കിലേക്ക് എലാസ്റ്റിക്കും ആണ് വന്നേക്കുന്നത്. ഫ്രണ്ടിലേക്കായിട്ടാണെങ്കിലും നമുക്കിവിടെ എവിടെ നമുക്കൊരു ഓവർ ടൈറ്റ് ഫീലിംഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് ജസ്റ്റ് ഒരു പ്ലീറ്റ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. വൺ സൈഡ് റൈറ്റ് സൈഡിലേക്കായിട്ടാട്ടോ പോക്കറ്റ് വന്നേക്കുന്നത്. നല്ല ഡെപ്തിലേക്ക് വരുന്ന നല്ലൊരു പോക്കറ്റാണ് വരുന്നത്. ബാക്കിലേക്കാണെങ്കിലും കുറേ കസ്റ്റമേഴ്സിന് റിക്വസ്റ്റ് ആയിരുന്നു, ചിലപ്പം ചില ബ്രാൻഡിൻ്റെയൊക്കെ ബോട്ടംസ് ഇട്ടിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ വേണ്ടിയിട്ട് പേടിയാന്നുള്ളത്. ഇത് നമ്മൾ അത്രയും ഫ്രീ ആക്കിയിട്ടാണ് നമ്മളിതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് ചെയ്തെടുത്തേക്കുന്നത്. അത്രയും ലൂസ് ഫിറ്റിലേക്കാട്ടോ. ഒരു നല്ലൊരു ഒരു പാരൽ ബോട്ടം പോലെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ പെൻസിൽ ഫിറ്റിങ്ങിലേക്കാണ് ഇഷ്ടമുള്ളെങ്കിൽ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് ടൈറ്റൻ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാട്ടോ. ഇതിൻ്റെ ഏറ്റവും മെയിൻ പോർഷനിലേക്കായിട്ട് ജസ്റ്റ് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്, ഒന്നുകൂടെ സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡ് എന്ന് പറയാം. ഇങ്ങനെ വരുന്ന പാറ്റേണും കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് തന്നെ വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ലെങ്ത് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് 38 ഇഞ്ചസിലേക്കാണ്. ഒരു 37കാരും ചോദിക്കുന്നവരുണ്ട്, 40കാരും ഉണ്ട്. പക്ഷേ നമ്മളൊരു ആംഗിൾ ഫിറ്റിങ്ങിലേക്കാട്ടോ ഇത് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ലൈറ്റ് ചിക്കു. ഏത് കളർ ടോപ്പിൻ്റെ കൂട്ടത്തിലേക്ക് മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. വൈറ്റിനെക്കാട്ടിലും ഇപ്പോൾ ഏറ്റവും മൂവിങ് നമ്മുടെ ഒരു ബേജും ലൈറ്റ് ഒരു ചിക്കുവും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ്. സെയിം പാറ്റേണിലേക്ക് തന്നെയാട്ടോ. നമ്മളിത് സ്മോൾ ടു 5XL സൈസ് വരെ നമ്മളിപ്പോൾ ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേവി ബ്ലൂ ഷെയ്ഡ്. നമുക്ക് ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ കളറിനകത്ത് ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ നല്ല ഡാർക്കായിട്ട് വന്നേക്കുന്ന നേവി ബ്ലൂ ഷെയ്ഡ്, ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ബ്ലാക്ക് ഷെയ്ഡ്, ഇത്രയും കളേഴ്സിലേക്ക് നമ്മളിപ്പോൾ ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 399 റേറ്റ് ആണ് നോർമൽ സൈസിലേക്ക് വരുന്നത്. പ്ലസ് സൈസിലേക്ക് വരുമ്പോഴത്തേക്കിനും 429 റേറ്റിലേക്കും. ഇതിൻ്റെ അപ്പോൾ നമ്മൾ ഒരുപാട് കളേഴ്സിലേക്ക് നമ്മളിത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നിങ്ങളുടെ ഇതിൻ്റെ കിട്ടിക്കായിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നു മോർ കളേഴ്സ് ആഡ് ചെയ്യുന്നത്.